ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആരോമല്ല. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ NDPS ആക്ട്, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന NDPS ആക്ടിലെ കുറച്ച് വസ്തുതകൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനും എന്താണ് ആ ഡ്രഗ്സിൻ്റെ ആ ഒരു ചാർട്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ഡ്രഗ്സാണ് നിലവിൽ എത്ര അളവിലാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല എങ്ങനെ മെഡിസിൻ ആവശ്യം, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ചാ വിഷയം. അപ്പോൾ NDPSന് മുമ്പൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങളൊക്കെ പങ്കെടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെങ്കിൽ അപ്പോൾ എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. എന്താ പറഞ്ഞേ? ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. നമ്മളുടെ ഇവിടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് മയക്കുമരുന്നുകൾ തരംതിരിക്കുകയും അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നത് മയക്കുമരുന്നുകളെ സംബന്ധിച്ച് 1961 UN സിംഗിൾ കൺവെൻഷൻ പ്രകാരമാണ്. അപ്പോൾ മയക്കുമരുന്നുകളെ തരംതിരിക്കുന്നതും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നത് മയക്കുമരുന്നുകളെ സംബന്ധിച്ച് 1961 UN സിംഗിൾ കൺവെൻഷൻ പ്രകാരമാണ്. സിംഗിൾ കൺവെൻഷൻ വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രീയ ആവശ്യങ്ങൾക്കും മാത്രമായി മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, വിതരണം, വ്യാപാരം, ഉപയോഗം, കൈവശം വയ്ക്കൽ എന്നിവയെ പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഈ 61 കൺവെൻഷനെ കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രഷർ കാരണമാണ് 1985 ഇന്ത്യ എന്ത് ചെയ്തത്, NDPS ആക്ട് പാസ്സാക്കുന്നതും ഒക്കെ. അപ്പോൾ സിംഗിൾ കൺവെൻഷൻ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വൈദ്യശാസ്ത്രത്തിനും അതുപോലെ തന്നെ ശാസ്ത്രീയ ആവശ്യങ്ങൾക്കും മാത്രമായിട്ട് മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും അതുപോലെ നിർമ്മാണത്തിനും ഇറക്കുമതിക്കും വിതരണത്തിനും വ്യാപാരത്തിനും ഉപയോഗത്തിനും കൈവശം വയ്ക്കലിനുമൊക്കെ പരിമിതപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? ശാസ്ത്രീയവും അതുപോലെ വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കായിട്ടാണ്. 1961 കൺവെൻഷൻ പ്രകാരം മയക്കുമരുന്നുകളെ 4 ഷെഡ്യൂളുകളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ 1961 കൺവെൻഷൻ പ്രകാരം മയക്കുമരുന്നുകളെ എത്രയായി തിരിച്ചിരിക്കുന്നു? 4 ഷെഡ്യൂളുകളായി തിരിക്കുന്നു. അപ്പോൾ 1961 കൺവെൻഷൻ പ്രകാരം മയക്കുമരുന്നുകളെ എത്രയായി തിരിക്കുന്നു എന്നാ പറഞ്ഞേ? 4 ഷെഡ്യൂളുകളായി മയക്കുമരുന്നുകളെ തിരിച്ചിരിക്കുന്നു. നമുക്ക് ആ ഷെഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഷെഡ്യൂൾ 1 1961 കൺവെൻഷൻ പ്രകാരമുള്ള ഒരു ഡിവിഷനാണ് ഇത്. ആസക്തി ഉളവാക്കുന്ന വസ്തുവകകൾ, ദുരുപയോഗത്തിൻ്റെ ഗുരുതരമായ അപകട സാധ്യതയുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. അപ്പോൾ ഷെഡ്യൂൾ 1 കാര്യം പറയുമ്പോൾ അത് ആസക്തി ഉളവാക്കുന്ന, ഭയങ്കരമായിട്ട് ആസക്തി ഉളവാക്കുന്ന വസ്തുക്കളാണ്. ദുരുപയോഗത്തിൻ്റെ ഗുരുതരമായ അപകട സാധ്യത ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കർശനമായത് നിയന്ത്രിച്ചിരിക്കുന്നു. കഞ്ചാവ്, അതിൻ്റെ ഡെറിവേറ്റീവുകൾ, ഹെറോയിൻ, കൊക്കൈൻ, മോർഫിൻ, മെത്തഡോൺ, കറുപ്പ്. എന്തൊക്കെയാണ് പറഞ്ഞേ? കഞ്ചാവ്, അതിൻ്റെ ഡെറിവേറ്റീവുകൾ, അതുപോലെ ഹെറോയിൻ, കൊക്കൈൻ, മോർഫിൻ, മെത്തഡോൺ, കറുപ്പ് ഇവയൊക്കെയാണ്. അപ്പോൾ കഞ്ചാവ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ്, ഹെറോയിൻ, കൊക്കൈൻ, മോർഫിൻ, മെത്തഡോൺ, കറുപ്പ് ഇവയൊക്കെ ഷെഡ്യൂൾ 1 വരുന്നതാണ്. ഓക്കെ, ഷെഡ്യൂൾ 1 ഒന്ന് വായിച്ചു നോക്കിയടാ. ഷെഡ്യൂൾ 2 മെഡിക്കൽ ആവശ്യങ്ങൾക്ക് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന പദാർത്ഥങ്ങളെയാണ് ഷെഡ്യൂൾ 2 വരിക. ഷെഡ്യൂൾ 2 മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്, മറ്റേത് 1 വരുന്നില്ല. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആലോചിക്കുക. ദെൻ കർശന നിയന്ത്രണം ഇല്ല. ഷെഡ്യൂൾ 2 എന്താ? ഷെഡ്യൂൾ 1 പറഞ്ഞ പോലെ കർശന നിയന്ത്രണം ഇവിടെ വരുന്നില്ല. കൊഡീൻ, ഡൈഹൈഡ്രോ കോഡീൻ, പ്രൊപ്പിറം ഏതൊക്കെയാണ് വരുന്നത്? കോഡീൻ, ഡൈഹൈഡ്രോ കോഡീൻ, അതുപോലെ പ്രൊപ്പിറം. ഇപ്പോൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്ന പദാർത്ഥങ്ങളാണ് ഷെഡ്യൂൾ 2 വരുന്നത്. ഷെഡ്യൂൾ 2 പദാർത്ഥങ്ങളിൽ എന്ത് വരുന്നില്ല മക്കളെ? കർശന നിയന്ത്രണം വരുന്നില്ല. ഇപ്പോൾ കൊഡീന്, അതുപോലെ ഹൈഡ്രോക്സി കൊഡീനും അതുപോലെ തന്നെ പ്രൊപ്പിറമാണ് വരിക. ഇത് ഷെഡ്യൂൾ 2. ഇനി ഷെഡ്യൂൾ 3 പോകുമ്പോൾ ഷെഡ്യൂൾ 2 പ്രതിപാദിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഉൽപ്പാദനം, അതുപോലെ കൊക്കൈൻ പ്രിപ്പറേഷൻ ഒക്കെ ഷെഡ്യൂൾ 3 വരിക. ഇപ്പോൾ ഷെഡ്യൂൾ 3 വരുന്നത് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളുടെ പ്രൊഡക്ഷനും ആ പ്രൊഡക്ഷൻ്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. നിയന്ത്രണം, മിതത്വമായിട്ടുള്ള നിയന്ത്രണം ഉള്ളത്. ലോകാരോഗ്യ സംഘടന അഭിപ്രായത്തിൽ ഈ പ്രിപ്പറേഷനുകൾ ദുരുപയോഗ സാധ്യത കുറവാണ്. കോഡീൻ, ഡൈഹൈഡ്രോ കോഡീൻ, പ്രൊപ്പിറം എന്നിവയുടെ നിർമ്മാണം. നമ്മൾ ആദ്യം ഷെഡ്യൂൾ 2 പറഞ്ഞത് മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുടെയാണ്. അത് ചെറിയ ലിമിറ്റേഷൻസേ വരുന്നുള്ളൂ. എന്നാൽ ആദ്യം പറഞ്ഞത് ഷെഡ്യൂൾ 1 ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർ, കഞ്ചാവും അതുപോലെ കൊക്കൈനൊക്കെ. ഇവിടെ ഷെഡ്യൂൾ 2 പ്രതിപാദിച്ചിരിക്കുന്നത് ഈ അതിൻ്റെ വസ്തുക്കളുടെ നിർമ്മാണമാണ് ഷെഡ്യൂൾ 3. അതായത് നമ്മുടെ കോഡീൻ, ഡൈഹൈഡ്രോ കോഡീൻ, പ്രൊപ്പിറം എന്നിവയുടെ നിർമ്മാണമാണ്.
ഷെഡ്യൂൾ 3 വരിക. ഒന്ന് നോക്കിയേക്കടാ. അപ്പം നമ്മുടെ ലോകാരോഗ്യ സംഘടനയും അവരുടെ ആ ഒരു എന്താ പറയുക കൺവെൻഷനൊക്കെ പ്രകാരമാണ് 4 ഷെഡ്യൂളായി തിരിക്കുന്നത്. 1, 2, 3. ഒന്നാമത്തേൽ ഡേഞ്ചറായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ദെൻ രണ്ടാമത്തത് വലിയ പ്രശ്നമില്ലാതെ മെഡിസിനൽ ഉപയോഗിക്കുന്ന ചെറിയ ദുരന്തം ഉണ്ടാക്കുന്നവർ. ദെൻ മൂന്നാമത്തത് ഷെഡ്യൂൾ 2 പറഞ്ഞതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് മൂന്നാമത്തേൽ പറയാം. ഇനി ഷെഡ്യൂൾ 4 പോകുമ്പോൾ ഓക്കെ, ഷെഡ്യൂൾ 3 ദെൻ ഷെഡ്യൂൾ എന്താ പറയുക നമ്മുടെ ആ ഒരു ഡിവിഷന് 4 പോകുമ്പോൾ അത്രയും വലിയ രീതിയിൽ അപകട സാധ്യത ഇല്ലാത്തതിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 4 പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുക സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ കുറിച്ചാണ്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്, നമ്മളെ നർക്കോട്ടിക് ഡ്രഗ്സിനെ കുറിച്ച്. എന്നാൽ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് എന്തിനുപയോഗിക്കുന്നതാണ്, നമ്മുടെ ഈ ലഹരി മരുന്ന് എന്നതിനപ്പുറം ഇവയെ നമുക്ക് എന്താ പറയുക മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ മനോരോഗങ്ങൾ അതുപോലെ മറ്റ് സൈക്കാട്രിക് ഡിസോർഡേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഏത് പറയുക സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. ഇതിന് നമുക്ക് വേണമെങ്കിൽ മയക്കുമരുന്നുകൾ പോലുള്ള പട്ടികയിൽ നമുക്ക് അനാവശ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും അങ്ങനെ വരാം. നോക്കാം നമുക്ക്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെ 1971 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ, ശ്രദ്ധിക്കുക 1971 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ, ശ്രദ്ധിക്കുക 1971 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെ 1971 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു കൺവെൻഷൻ പ്രകാരമാണ് പട്ടികപ്പെടുത്തുന്നത്. കൺവെൻഷൻ്റെ ലക്ഷ്യം ഇത്തരം പദാർത്ഥങ്ങളെ ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരവുമായ ഉപയോഗങ്ങൾക്ക് മാത്രമായി എന്ത് ചെയ്യുക, പരിമിതപ്പെടുത്തുക. അപ്പോൾ കൺവെൻഷൻ്റെ ലക്ഷ്യങ്ങളുടെ പ്രധാനപ്പെട്ട എന്താണ്, ഇപ്പോൾ ഇത്തരം പദാർത്ഥങ്ങളെ എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക, ശാസ്ത്രീയ ഗവേഷണ ആവശ്യങ്ങൾക്കോ അതുപോലെ വൈദ്യശാസ്ത്രപരവുമായ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ കൺവെൻഷൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരം പദാർത്ഥങ്ങളെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദെൻ ഇത്തരം പദാർത്ഥങ്ങൾ ദുരുപയോഗ സാധ്യത കൂടുതലുള്ളവയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ദുരുപയോഗ സാധ്യത, ഈ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുമ്പോൾ ഹാലൂസിനേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെ കൺവെൻഷൻ പ്രകാരം 4 പട്ടികകളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെയും ഈ 1971, മറ്റേത് 61, ഇത് 71ലെയാണ്, 1971 കൺവെൻഷൻ പ്രകാരം എത്ര പട്ടികയായി തിരിക്കുന്നുണ്ട്, 4 പട്ടികകളായി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 വരുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ചികിത്സാ മൂല്യം ഇല്ല. അതായത് ഇവ മരുന്നുകളാണ്, മരുന്നുകൾ പോലെ ഉണ്ടാക്കുന്നവയാണ്. എന്താണ്, ചികിത്സാ മൂല്യം ഇല്ല, ഇതുകൊണ്ട് പ്രത്യേക ചികിത്സാ മൂല്യം ഇല്ല. എന്നാൽ പൊതുജന ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നവയുമായ, അപ്പോൾ ഇവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവക്ക് ചികിത്സാ മൂല്യമൊന്നുമില്ല, പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി, ഉയർന്ന അപകട സാധ്യത. അപ്പോൾ ഷെഡ്യൂൾ 1 വരുന്ന 1971 കൺവെൻഷൻ പ്രകാരം 4 ഷെഡ്യൂളായി തിരിക്കുന്നത്. അതിലെ ഷെഡ്യൂൾ 1 വരുന്ന സംഭവങ്ങളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യം, ഇവർക്ക് അപകട സാധ്യത ഭയങ്കര കൂടുതലാണ്. എന്നാൽ ഇവരെ കൊണ്ട് വല്ല മെഡിസിനൽ വാല്യൂ ഉണ്ടോ, ഇല്ല. LSD, MDMA ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് പറയാം കേട്ടോ. ഓക്കെ, വളരെ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. ഇവയെ വളരെ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നുണ്ട്. ശാസ്ത്രീയമായതോ പരിമിതമായതോ ആയ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ഇവ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. അതായത് വളരെ പരിമിതമായ മെഡിക്കൽ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠനത്തിനു വേണ്ടി മാത്രമല്ലാതെ ഇവയെ നിർമ്മിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. LSD, MDMA, മെസ്കലിൻ, സൈലോസിബിൾ, ടെട്രാഹൈഡ്രാ കനാബിനോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇതൊക്കെ ഷെഡ്യൂൾ 1 വരുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്. ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? LSD, MDMA, മെസ്കലിൻ, സൈലോസിബിൾ, ടെട്രാഹൈഡ്രോ കനാബിനോൾ ഇവയെല്ലാം ഷെഡ്യൂൾ 1 വരുന്ന എക്സാമ്പിൾസ് ആണ്. ആലോചിക്കുക കേട്ടോ. അപ്പോൾ ചികിത്സാ മൂല്യമില്ല, അതുപോലെ പൊതുജനാരോഗ്യത്തിന് പ്രത്യേകിച്ചും ഗുരുതരമായിട്ട് ഭീഷണി ഉയർത്തുന്നവയാണ്. അപ്പോൾ ഇവന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട്. ഷെഡ്യൂൾ 1 ഏറ്റവും ഡേഞ്ചർ ആയിരിക്കും. ഷെഡ്യൂൾ 1 ജസ്റ്റ് ഒന്ന് നോക്കൂ. നമുക്ക് ഷെഡ്യൂൾ 2ലേക്ക് പോവാം. ഷെഡ്യൂൾ 2 ചികിത്സാ മൂല്യമുള്ള പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നവയുമായ ദുരുപയോഗ സാധ്യതയുള്ള പദാർത്ഥം. ഷെഡ്യൂൾ 2ലേക്ക് പോകുമ്പോൾ ഇവിടെ ചികിത്സാ മൂല്യമുണ്ട്, പക്ഷേ പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയുമുണ്ട്. അതായത് നമ്മൾ ഷെഡ്യൂൾ 1 പറഞ്ഞപ്പോൾ ചികിത്സാ മൂല്യമില്ല, പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഷെഡ്യൂൾ 2 വരുമ്പോൾ ഉള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിൻ്റെ ഒരു പ്രത്യേകത, ഇവന്മാർക്ക് ചികിത്സാ മൂല്യമുണ്ട്, പക്ഷേ അതേപോലെ തന്നെ ആൾക്കാർക്ക് പറയാൻ ഭയങ്കര ഡേഞ്ചറുമാണ്. നോക്കാം. അപ്പോൾ ഇവന്മാരുടെ നിയന്ത്രണം കുറവാണ്. കാര്യം ചികിത്സാ മൂല്യം ഉള്ളത് തന്നെ എന്താണ്, മറ്റേതിൻ്റെ അപേക്ഷിച്ച് നിയന്ത്രണം ഇല്ല. എക്സാമ്പിൾ നോക്കുമ്പോൾ
ആംഫെറ്റമൈൻ പോലെയുള്ള മറ്റു പദാർത്ഥങ്ങൾ. എക്സാമ്പിളായിട്ട് വരുന്നത് ആംഫെറ്റമൈനും അതുപോലെ ആംഫെറ്റമൈൻ പോലെയുള്ള മറ്റു പദാർത്ഥങ്ങളാണ് ഇവിടെ എക്സാമ്പിളായിട്ട് വരിക. അപ്പോൾ ചികിത്സാമൂല്യം ഉണ്ട്, പക്ഷേ ഗുരുതരമായ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ഷെഡ്യൂൾ 2. അടുത്ത ഷെഡ്യൂൾ 3, മിതമായതോ ഉയർന്ന ചികിത്സാമൂല്യമുള്ളതോ പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നവയുമായ ദുരുപയോഗ സാധ്യതയുള്ള പദാർത്ഥം. അതാണ് ഷെഡ്യൂൾ 3 വരിക. അപ്പോൾ ഷെഡ്യൂൾ 3 വരുന്ന ഏതൊക്കെയാണ്? മിതമായതോ, ശ്രദ്ധിക്കുക, മിതമായതോ അല്ലെങ്കിൽ ഉയർന്ന ചികിത്സാമൂല്യം ഉണ്ട്, എന്നാൽ പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയുണ്ട്. ഈ വസ്തുക്കൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ്. ഷെഡ്യൂൾ 2 നിന്ന് ഷെഡ്യൂൾ 3 വരുന്ന വ്യത്യാസം, ചെറിയ ചികിത്സാ വാല്യൂസ് ഷെഡ്യൂൾ 3 വരുന്നുള്ളത്, എന്നാൽ ഷെഡ്യൂൾ 2 ചെറിയ ചികിത്സയ്ക്ക് ചെറിയ രീതിയിൽ ഉപയോഗം ഉണ്ടാവും. എന്നാൽ ഷെഡ്യൂൾ 3 വരുമ്പോൾ മിതമായതോ അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ ചികിത്സാ ആനുകൂല്യമുണ്ട്, എന്നാൽ ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ദുരുപയോഗ സാധ്യതയുണ്ട്. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ്. എക്സാമ്പിൾ ബാർബിട്രേറ്റ്, ബാർബിറ്റൽ, അതുപോലെ ബുപ്രനോഫിൽ പോലെയുള്ള മരുന്നുകളാണ്. ഇത് സൈക്കാട്രിക് ഡ്രഗ്സ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുക, സൈക്കാട്രിക് മരുന്നുകൾ എന്ന് പറയുന്ന സമയത്ത്, സൈക്കട്രോപിക് മരുന്നുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഷെഡ്യൂൾ 3, മിതമായതോ ഉയർന്ന ചികിത്സാമൂല്യമുള്ളതോ ആയ പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നവയുമായ ദുരുപയോഗ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ. ഈ വസ്തുക്കൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ്. ബാർബിട്രേറ്റുകൾ, അമോബാർബിറ്റൽ, ബുപ്രനോഫിൽ പോലെയുള്ള മരുന്നുകൾ ഇതിന് എക്സാമ്പിൾ ആയിരിക്കും കേട്ടോ. ദെൻ ഷെഡ്യൂൾ 4, ഉയർന്ന ചികിത്സാമൂല്യമുള്ള എന്നാൽ പൊതുജനാരോഗ്യത്തിന് വളരെ ചെറിയ ഭീഷണിയേ ഉള്ളൂ. അപ്പോൾ ഇവന്മാർക്ക് ഏറ്റവും ഉയർന്ന ചികിത്സാമൂല്യമുള്ളവയാണ് ഷെഡ്യൂൾ 4 വരിക. ഈ വസ്തുക്കൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ വസ്തുക്കൾ എങ്ങനെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ്? എക്സാമ്പിളായിട്ട് അലോബാർബിറ്റൽ, ഫിനോബാർബിറ്റൽ, ലോറാസെപ്പാം, ഡയോസെപ്പാം ഉൾപ്പെടെയുള്ള മനോക്ഷോഭ ശമന ഔഷധങ്ങൾ. അതായത് എക്സാമ്പിൾ നോക്കുക, ഷെഡ്യൂൾ 4 വലിയ ഡേഞ്ചർ ഇല്ലാത്തവരാണ്. അലോബാർബിറ്റൽ, ഫിനോബാർബിറ്റൽ, ലോറാസെപ്പാം, ഡയോസെപ്പാം ഉൾപ്പെടെയുള്ള മനോക്ഷോഭ ശമന ഔഷധങ്ങൾ. ഏതൊക്കെയാണ്? അലോബാർബിറ്റൽ, ഫിനോബാർബിറ്റൽ, ലോറാസെപ്പാം, ഡയോസെപ്പാം ഉൾപ്പെടെയുള്ള മനോക്ഷോഭ ഔഷധങ്ങൾ, വേദന സംഹാരികൾ തുടങ്ങിയവയ്ക്ക് ഏതാണ്? ഷെഡ്യൂൾ 4 വരുന്നതാണ്. ഉയർന്ന ചികിത്സാമൂല്യമുണ്ട്, വളരെ ചെറിയ ദുരുപയോഗ സാധ്യതയുള്ളൂ ഷെഡ്യൂൾ 4. അപ്പോൾ 4 തിരിക്കുന്നുണ്ട്. 1 ഏറ്റവും ഡേഞ്ചർ, 2 വളരെ ചെറിയ യൂസ് എന്നാലും ഡേഞ്ചർ, 3 ചെറിയ യൂസ് ടു ഉയർന്ന യൂസിലേക്ക് പോവാം എന്നാൽ ആൾ ഡേഞ്ചറാണ്. എന്നാൽ യുവമാർ വരുമ്പോൾ 4 വരുമ്പോൾ ഒരുപാട് ചികിത്സാമൂല്യമുണ്ട്, ചെറിയ തോതിൽ ഡേഞ്ചറുമാണ്. ഓക്കെ, വായിച്ചോളൂ. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകൾ പഠിക്കാനുണ്ട് മക്കളെ. ഇത് ശ്രദ്ധിച്ചിരുന്നോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം ഇറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 20, 21, 22, 23 പിന്നെ വേറെ സെക്ഷനുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ സെക്ഷൻ 20, കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യം കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷയാണ് സെക്ഷൻ 20 വിശദാക്കുന്നത്. അപ്പോൾ സെക്ഷൻ 20, അപ്പോൾ NDPS ആക്ടിൻ്റെ സെക്ഷൻ 20 കഞ്ചാവ് നട്ട് വളർത്തിയാൽ ലഭിക്കാവുന്ന ശിക്ഷ സെക്ഷൻ 20 പറയാം. കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷയാണ് സെക്ഷൻ 20. അപ്പോൾ സെക്ഷൻ 20 കഞ്ചാവ്. അപ്പോൾ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാൽ ശിക്ഷ കിട്ടുന്നത് സെക്ഷൻ 20. കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ചാൽ ശിക്ഷ കിട്ടുന്നു സെക്ഷൻ 20. കഞ്ചാവ് കടത്തിന് കൂട്ടുനിന്നാൽ ശിക്ഷ കിട്ടുന്നു സെക്ഷൻ 20. കഞ്ചാവ് ഉപയോഗിച്ചു, കഞ്ചാവ് ചെടി നട്ട് വളർത്തി, ശിക്ഷ കിട്ടുന്നു സെക്ഷൻ 20. കഞ്ചാവ് സെക്ഷൻ 20. നോക്കൂ, വീട്ടുവളപ്പിലോ മറ്റെവിടെയെങ്കിലോ NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായി ആരെങ്കിലും കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷ. ആദ്യം പറഞ്ഞ എന്താ? കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും. അപ്പോൾ വീട്ടിൽ കഞ്ചാവ് നട്ട് വളർത്തിയാലുള്ള ശിക്ഷ എന്താ? 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും നമുക്ക് ശിക്ഷയായി ലഭിക്കും. അപ്പോൾ വീട്ടിൽ കഞ്ചാവ് ചെടി നട്ട് വളർത്തിയാൽ, വീട്ടിൽ തന്നെ ആവണമെന്നില്ല, എവിടെയെങ്കിലും കഞ്ചാവ് ചെടി നട്ട് വളർത്തി കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും. അപ്പോൾ കഞ്ചാവ് ചെടി നട്ട് വളർത്തിയാലുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ ആകാവുന്ന തടവും 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുകയോ നിർമ്മിക്കുകയോ കൈവശം വയ്ക്കുകയോ വിൽക്കുകയോ വാങ്ങുകയോ കൊണ്ടുപോവുകയോ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? NDPS നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് ഒരാൾ എന്ത് ചെയ്തു? കഞ്ചാവ് ഉൽപ്പാദിപ്പിച്ചു,
നിർമ്മിച്ചു, അതുപോലെ ഉപയോഗപ്പെടുത്തി, വിറ്റു, കൈവശം വെച്ചു, വാങ്ങി, കൊണ്ടുപോയി, സ്റ്റോർ ചെയ്ത് വെച്ചു, കയറ്റുമതി ചെയ്തു, ഇറക്കുമതി ചെയ്തു, അന്തർ സംസ്ഥാനം. അപ്പോൾ ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നില്ല വരെ, അപ്പോൾ ഞാൻ കഞ്ചാവ് നട്ട് വളർത്തുന്നു, ഞാൻ കഞ്ചാവ് അതിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നു, ഞാൻ എന്നിട്ട് അതിനെ ഉണക്കുന്നു, ഉണക്കി പ്രോസസ്സ് ചെയ്തിട്ട് കഞ്ചാവായിട്ടോ ഗഞ്ചയായിട്ടോ ഹാഷിഷ് ഓയിലായിട്ടോ വാട്ടവർ കൺവേർട്ട് ചെയ്യുന്നു. അതിനെന്താ ചെയ്യുക? അതിനെ ഞാൻ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. അപ്പോൾ വേറൊരാൾ വന്ന് വാങ്ങി, ഈ വാങ്ങിയവനത് ഉപയോഗിച്ചു. ഇനി ഞാനത് കുറച്ച് അടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു, വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വേറൊരു വ്യക്തി അതിനെ ഇറക്കുമതി ചെയ്തു, എന്നിട്ടൊരു വീട്ടിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ചില്ലറയായിട്ടെ പാക്കറ്റാക്കിയിട്ട് ഇതിപ്പോൾ കണ്ടിട്ടില്ലേ നമ്മളിപ്പോൾ കോളേജ് ഹോസ്റ്റലുകളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ട് എന്താ നടക്കുന്നത്? ഇപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് യൂണിയന് പരിപാടി നടത്തണം, പൈസ ഇല്ല, അപ്പോൾ എന്താ വഴിയാ? കുറച്ച് കഞ്ചാവ് വയ്ക്കാം. ഞാൻ വിമർശന അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. നമ്മൾ പല രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ള ആൾക്കാർ കാണും. ഇപ്പോൾ പൊളിറ്റിക്കലി നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, ഒരു പ്രത്യേക പാർട്ടിക്കാരനോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. അതിന് എല്ലാവരും ഒരുപോലെ വരുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുക, നിർമ്മിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൊണ്ടുപോവുക, അന്തർ സംസ്ഥാന ഇറക്കുമതി, കയറ്റുമതി ചെയ്യുക എന്നിവയ്ക്കുള്ള ശിക്ഷ നമുക്ക് നോക്കാം. ഈ കഞ്ചാവ് പോലെ ലഹരി മരുന്നുകളിൽ അതാണ് ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ടേം മാറ്ററാണ്. നമ്മളിനി കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റീസ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ അളവനുസരിച്ച് നമ്മൾ പഠിക്കും. ക്വാണ്ടിറ്റീസ് ഓരോന്നിനും എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റീസ് കൊണ്ടുപോകാം, എത്ര ക്വാണ്ടിറ്റീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു അളവനുസരിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ക്വാണ്ടിറ്റി പറയുമ്പോൾ എന്താ പറയുക, ചെറിയ അളവ്, മീഡിയം അളവ്, വലിയ അളവ് എന്നൊക്കെ നമ്മൾ പറയും. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഓരോ അളവോടെ വരുന്നുണ്ട്. അളവ് നമ്മൾ ഒരു ടേബിളേറ്റ് ചെയ്ത് വിശദമായിട്ട് നമുക്കത് പഠിക്കാം. ഓക്കെ, ചെറിയ അളവിലാണെങ്കിൽ ശിക്ഷ. അപ്പോൾ ചെറിയ അളവിൽ, ഇപ്പോൾ കഞ്ചാവ് കടത്തുന്ന ചെറിയ അളവിലാണെങ്കിൽ, ഇപ്പോൾ ചെറിയ അളവ് ഇത്ര ഗ്രാം എന്നുള്ള വെയിറ്റ് പറയുന്നുണ്ട്. ചെറിയ അളവിലാണെങ്കിൽ ശിക്ഷ വരുന്നത് 1 വർഷം വരെ ആകാവുന്ന കഠിന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. അപ്പോൾ ശ്രദ്ധിക്കുക, കഞ്ചാവ് വളരെ ചെറിയ അളവിലാണ് പിടിച്ചതെങ്കിൽ ശിക്ഷ വരുന്നത് ഇത്ര ഗ്രാമിനകത്തുള്ള, അല്ലെങ്കിൽ ചെറിയ അളവിലാണ് പിടിച്ചതെങ്കിൽ 1 വർഷം വരെ ആകാവുന്ന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ ആണ് ശിക്ഷ ലഭിക്കുക. അപ്പോൾ കഞ്ചാവ് വളരെ ചെറിയ അളവിലാണ് പിടിച്ചതെങ്കിൽ എന്താ ശിക്ഷ ലഭിക്കുക? 1 വർഷം വരെ ആകാവുന്ന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ ആണ് എന്ത് ചെയ്യുന്നത്? ശിക്ഷയായി ലഭിക്കുന്നത്. അടുത്ത്, വാണിജ്യ അളവിനേക്കാൾ കുറവും എന്നാൽ ചെറിയ അളവിനെക്കാട്ടിയും കൂടുതലും ഇടയ്ക്കാണ്. അതായത് വിൽക്കാനുള്ള അളവിനും ഇല്ല, ചെറിയ അളവിനെക്കാട്ടിയും കൂടുതൽ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ ശിക്ഷ വരുന്നത് 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ, അതായത് ഇൻ്റർമീഡിയറ്റ് എന്ന് ഞാൻ പറഞ്ഞൊരു ടേമാണ്. ഇപ്പോൾ 10, അതായത് ഇത് വാണിജ്യ അളവ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയും ഇല്ല, എന്നാൽ ചെറിയ അളവിനെക്കാട്ടിയും കൂടുതലാണ്, ഇടയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന തടവും 1 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും ലഭിക്കും. രണ്ടും കിട്ടുവേ. എന്നാൽ ഇനി അടുത്ത് മൂന്നാമതൊരു സെനേരിയോ എന്ന് പറയുന്നത് വാണിജ്യപരമായ അളവാണെങ്കിൽ 10 മുതൽ 20 വർഷം വരെ ആകാവുന്ന തടവും 2 ലക്ഷം രൂപ വരെ പിഴയും. ഈ 2 ലക്ഷം രൂപ വരെയുള്ള പിഴ എന്ന് പറയുന്നത് കോടതിക്ക് കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് അതിൽ കൂടുതൽ പിഴ ചുമത്താം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം സെക്ഷൻ 20 പ്രകാരം കഞ്ചാവ് നട്ട് വളർത്തി, കഞ്ചാവ് വീട്ടുവളപ്പിൽ നട്ട് വളർത്തിയുള്ള ശിക്ഷ, എവിടെയെങ്കിലും നട്ട് വളർത്തിയാൽ 10 വർഷം വരെ തടവ് പ്ലസ് 1 lakh വരെ ഫൈൻ, 1 ലക്ഷം വരെ ഫൈൻ. ഇനി കഞ്ചാവ് സ്മോൾ ക്വാണ്ടിറ്റിയിൽ കഞ്ചാവ് കൊണ്ടു കിടക്കുക, ഉപയോഗിക്കുക, വാട്ടവർ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ ആകാവുന്ന തടവോ, കഠിന തടവാണ് എല്ലായിടത്തും, റിഗറസ് ഇംപ്രിസൺമെൻറ്റ്, 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. ഇനി ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയാണ്, അതായത് വളരെ കൂടുതലും അല്ല, അതായത് ചെറിയ അളവിനെക്കാട്ടിയും കൂടുതലുമാണ്, എന്നാൽ നമ്മളെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇല്ലേയും താനും, അങ്ങനെയാണെങ്കിൽ വരുന്നത്. അപ്പോൾ ചെറിയ അളവിനെക്കാട്ടിയും കൂടുതലാണ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇല്ല എങ്കിൽ ശിക്ഷ 10 വർഷം പ്ലസ് 1 lakh. ഇനി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ട് എങ്കിൽ ശിക്ഷ 10 മുതൽ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും. 1 ലക്ഷം രൂപയിൽ കുറയാതെ 2 ലക്ഷം രൂപ, ആലോചിക്കുക, 1 ലക്ഷം രൂപയിൽ കുറയാതെ 2 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴ, 2 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴ. വേണമെങ്കിൽ പിഴ ഇതിനെക്കാട്ടിയും കൂട്ടാം, സർക്കാരിന്, കോടതിക്ക് പിഴ ഇതിനെക്കാട്ടിയും കൂടുതൽ വിധിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും കേട്ടോ. പിഴ കൂടുതൽ വിധിച്ചാൽ കാരണം വിശദാക്കണം എന്നുള്ള. അപ്പോൾ 20 നോക്കി മനസ്സിലാക്കിയപ്പോൾ 20 പറഞ്ഞത് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കഞ്ചാവ് നട്ട് വളർത്തിയാൽ 10 വർഷം മുതൽ 1 ലക്ഷം. അപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചു ഇങ്ങനെയാണേ,
കഴിഞ്ഞ തവണ പ്രീവിയസ് ചോദ്യമാണ്. ഒരു വ്യക്തി 2 കഞ്ചാവ് ചെടി നട്ടു വളർത്തി, 2 കഞ്ചാവ് ചെടി നട്ടു വളർത്തി, അയാൾക്ക് എത്ര ശിക്ഷ ലഭിക്കും? 2 ആയാലും ശരി, 5 ആയാലും ശരി, 10 ആയാലും ശരി, കഞ്ചാവ് ചെടി നട്ടു വളർത്തിയാലുള്ള ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന തടവും 1,00,000 രൂപ വരെ ആകാവുന്ന പിഴയുമാണ്. ഓർത്തിരിക്കുക കേട്ടോ, നോക്കിയോളൂ. ഓക്കെ, അപ്പം നമ്മൾ NDPSന്റെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് പഠിക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് സെക്ഷൻ 20 ഇനി നമ്മൾ പോകുന്നത് സെക്ഷൻ 21. സെക്ഷൻ 21 ഉൽപ്പാദിപ്പിച്ച മയക്കുമരുന്നുകളും അവയുടെ പ്രിപ്പറേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ 21 മയക്കുമരുന്നിൻ്റെ ഉൽപ്പാദനവും പ്രിപ്പറേഷനാണ്. മയക്കുമരുന്ന് 21 മയക്കുമരുന്നിൻ്റെ ഉൽപ്പാദനവും പ്രിപ്പറേഷനുമാണ് 21. അപ്പോൾ സെക്ഷൻ 20 കഞ്ചാവ്, സെക്ഷൻ 20 കഞ്ചാവ്, 21 മയക്കുമരുന്നാണ് കേട്ടോ. NDPS നിയമത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമായി ആരെങ്കിലും മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുക, നിർമ്മിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൊണ്ടുപോവുക, അന്തർ സംസ്ഥാന ഇറക്കുമതി, കയറ്റുമതി ചെയ്യുക ഇവ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ NDPS ആക്ട് പ്രകാരം ആരെങ്കിലും എന്ത് ചെയ്യാനാണ്? മയക്കുമരുന്ന് വിൽക്കുകയോ വാങ്ങുകയോ ഉൽപ്പാദിപ്പിക്കുകയോ നിർമ്മിക്കുകയോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താ, അന്തർ സംസ്ഥാന കയറ്റുമതിയോ ഇറക്കുമതിയോ മറ്റു കാര്യങ്ങൾ നടത്തുക, ഉപയോഗിക്കുക, ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ. ഇവിടെയും അതുപോലെ തിരിച്ചിട്ടുണ്ട്. സ്മാൾ ക്വാണ്ടിറ്റി, മീഡിയം, എന്താ പറയുക, വാണിജ്യ അളവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടിച്ചു. അപ്പോൾ ഈ 5 കിലോ കഞ്ചാവ് ഞാൻ വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ അവിടെയാണ് ശിക്ഷയുടെ വ്യത്യാസം വരുന്നത്. വാണിജ്യ അളവിലേക്ക് പരിഗണിക്കപ്പെടുന്ന രീതിയിലേക്ക് പോവാം. 5 കിലോ അല്ല, കണക്ക് മാറുണ്ട്. ഇതിനിവിടെ ചെറിയ അളവിലാണെങ്കിൽ ശിക്ഷ സെയിം ആണ്. ഈ പഠിക്കുന്ന വകുപ്പുകളിലൊക്കെയും ശിക്ഷ സെയിം ആണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ 21 മയക്കുമരുന്നിനാണ്. ചെറിയ അളവാണെങ്കിൽ 1 വർഷം വരെ ആകാവുന്ന കഠിന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. അപ്പോൾ ചെറിയ അളവിലാണ് മയക്കുമരുന്ന് കൈവശം വെച്ചത് അല്ലെങ്കിൽ കടത്തുന്നതെങ്കിൽ ശിക്ഷ വരുന്നത് എങ്ങനെയാണ്? എന്താ, 1 വർഷം വരെ ആകാവുന്ന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ. ചെറിയ അളവിലാണെങ്കിൽ ഇത്രയേ വരുന്നുള്ളൂ. ഒരു ജാമ്യം കിട്ടുന്നതാണോ? 1 വർഷം വരെ ആകാവുന്ന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയാണ് ചെറിയ അളവിന് ഇവിടെ എന്ത് വരുന്നത്? ശിക്ഷയായിട്ട് വരുന്നത്. ഇനി വാണിജ്യ അളവിനേക്കാൾ കുറവും ചെറിയ അളവിനേക്കാൾ കൂടുതലും. ശ്രദ്ധിക്കുക, വാണിജ്യ അളവിനേക്കാൾ കുറവുമാണ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വരുന്നുമില്ല, ചെറിയ അളവിനേക്കാൾ കൂടുതലുമാണ്. ഇങ്ങനത്തെ ഒരു സെനേരിയോണ് വരുന്നതെങ്കിൽ 10 വർഷം. നേരത്തെ സെയിം സെക്ഷൻ 20 കഞ്ചാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1,00,000 രൂപ വരെ ആകാവുന്ന പിഴയും. 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1,00,000 രൂപ വരെ ആകാവുന്ന പിഴ. അപ്പോൾ എന്താ പറയുക, വാണിജ്യ അളവിനേക്കാൾ കുറവ് ചെറിയ അളവിനേക്കാൾ കൂടുതലാണെങ്കിൽ ശിക്ഷ 10 വർഷം വരെ ആകാവുന്ന തടവും 1,00,000 രൂപ വരെ ആകാവുന്ന പിഴയും. അപ്പോൾ വാണിജ്യ അളവിനേക്കാൾ കുറവും ചെറിയ അളവിനേക്കാൾ കൂടുതലും ആണെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1,00,000 രൂപ വരെ ആകാവുന്ന പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക. വായിച്ചേ, സെക്ഷൻ 20 മയക്കുമരുന്നാണ്. ഇവിടെ മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. 20 മയക്കുമരുന്ന്. അടുത്ത് 20 തന്നെ വാണിജ്യ ആവശ്യം, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ സെക്ഷൻ 21 മയക്കുമരുന്ന്. സെക്ഷൻ 21 മയക്കുമരുന്നിൻ്റെ കടത്താണ് പറയുന്നത്. മയക്കുമരുന്നിൻ്റെ വാണിജ്യപരമായ അളവാണെങ്കിൽ സെയിം ശിക്ഷ തന്നെയാണ് വരുന്നത്. ഏത്, നമ്മുടെ കഞ്ചാവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. 10 വർഷത്തിൽ കുറയാതെ 20 വർഷം നീണ്ടു നിൽക്കുന്ന കഠിന തടവും 1,00,000 രൂപയിൽ കുറയാതെ 2,00,000 രൂപ വരെയാകാവുന്ന പിഴ. 1,00,000 രൂപയിൽ കുറയാതെ 2,00,000 രൂപ വരെയാകാവുന്ന പിഴ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ശിക്ഷ തന്നെ ഇവിടെ വരുന്നത്. 1,00,000 രൂപയിൽ കുറയാതെ 2,00,000 രൂപ വരെയാകാവുന്ന പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക. എന്നാൽ കോടതി വിധിയിന്മേൽ കാരണം വ്യക്തമാക്കിക്കൊണ്ട്, കോടതിക്ക് വിധിയിന്മേൽ കാരണം വ്യക്തമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, 2,00,000 മേലെ, അതിപ്പോൾ എന്താ പറയുന്നത് അറിയോ, ഒരു 50,00,000 രൂപ മതിപ്പുള്ള മയക്കുമരുന്നാണ് പിടിച്ചതെന്ന് വിചാരിച്ചു. 50,00,000 രൂപ മയക്കുമരുന്നാണ് പിടിച്ചത്. അപ്പോൾ 2,00,000 രൂപയല്ല പിഴയടയ്ക്കാൻ വരിക. അവിടെ കോടതിക്ക് പറയും ഇത്രയും ഇതുണ്ട്, അത് രാജ്യത്തിൻ്റെ അരാജകത്വം ഉണ്ടാക്കാൻ കൊണ്ടാണ്, അങ്ങനെ പറഞ്ഞിട്ട് കോടതിക്ക് ശിക്ഷ വിധിക്കാം. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ സെക്ഷൻ 21 മയക്കുമരുന്നിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ മീൻസ് വിൽക്കാൻ വാട്ടവർ ഉപയോഗിക്കുകയാണെങ്കിൽ ശിക്ഷ വരുന്നത് 1 വർഷം വരെ ആകാവുന്ന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയുമാണ്. നിങ്ങളെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ പലരും കേൾക്കുന്ന സമയത്ത് വിചാരിക്കും ചെറിയ ശിക്ഷയിലുള്ളൂ, ഫൈന് മാത്രം അടച്ചു പോലോ. ആലോചിക്കുക, നിങ്ങൾക്ക് മയക്കുമരുന്ന് കേസിലോ അല്ലെങ്കിൽ ഇതുപോലെ NDPS കേസസിൽ നിങ്ങൾ കണക്റ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ പറ്റത്തില്ല, സർക്കാർ ജോലി പ്രവേശിക്കാൻ പറ്റത്തില്ല, പിന്നെ വീണ്ടും ഇതേ പരിപാടി തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും.
അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോലും നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് നിങ്ങൾ ആൾ എടുക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നർക്കോട്ടിക് NDPS കേസിൽ നിങ്ങൾ അകത്ത് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് പല വിദേശ രാജ്യങ്ങളിലും പിന്നെ ജോലിക്ക് പോകാൻ ഒരു തൊഴിൽ ജോലി പോകാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ജോലി ഫോഴ്സിൽ ഒരിടം ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് മക്കളെ. അതുകൊണ്ട് കൂട്ടുകാരുടെ കൂടെ ആയിരുന്നാൽ പോലും എന്ത് ചെയ്യുക, പോകുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വണ്ടി മറ്റാർക്കും കൊടുക്കരുത്. ഞാൻ മുമ്പ് ക്ലാസ് ഇത് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി മറ്റാർക്കും കൊടുക്കരുത്. മറ്റാരുടെയും വാഹനങ്ങൾ നിങ്ങൾ ഈ ഒരു ജോലിയൊക്കെ നോക്കുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം നമ്മുടെ വണ്ടിയിൽ വേറൊരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി, എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചുകൊണ്ട് പോയി, അവൻ കുറച്ച് കഞ്ചാവ് വലിച്ചു ഉപയോഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, മിച്ചമുണ്ടായിരുന്ന കാര്യമെല്ലാം കൂടെ വണ്ടിക്കകത്ത് ഇട്ടു. ഞാനും ശ്രദ്ധിക്കുന്നില്ല, അവനും ശ്രദ്ധിക്കുന്നില്ല, എനിക്കറിയില്ലല്ലോ. എന്നിട്ട് ഈ ചെക്കിങ്ങിന് സമയത്ത് എന്നെ പിടിക്കുന്നത്, വണ്ടി എൻ്റെ പേരില്ല, വണ്ടിയുടെ RC ഓർഡർ ഞാനാണ്. അപ്പം എൻ്റെ പേരിൽ ഉറപ്പായിട്ടും കഞ്ചാവ് കേസ് വരും. മനസ്സിലായോ? ഇതും നമ്മുടെ ഭാവിയെ ഭയങ്കര ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാര്യം പിന്നീട് നമുക്ക് പിന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഇവിടെ തെളിയിച്ച് നിരപരാധി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ഏജും കാര്യങ്ങളെല്ലാം കടന്നു പോകും. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഇപ്പം നമ്മൾ നിരപരാധിയാണെങ്കിൽ നമുക്ക് ഗിൽറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നാണക്കേട് മാറുമോ? നാണക്കേട് മാറുമോ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, എല്ലാവരും അറിയും. എന്താ പറയുക, നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകൾ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ 22. ഇത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്. മറ്റേത് ഏതായിരുന്നു? മയക്കുമരുന്നാണ്. ഇത് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളാണ്. സെക്ഷൻ 22 വരുന്നത് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ. സെക്ഷൻ 20 കഞ്ചാവ് നിയമലംഘനത്തിൻ്റെ ശിക്ഷ. സെക്ഷൻ 21 മയക്കുമരുന്ന് നിയമലംഘനം ശിക്ഷ. സെക്ഷൻ 22 സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ മരുന്നുകൾ പോലെയുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ദുരുപയോഗത്തിൻ്റെ ശിക്ഷയാണ് വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ഈ നിയമത്തിൻ്റെ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ അല്ലെങ്കിൽ ലൈസൻസിയിലെ നിബന്ധനകൾക്കോ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലോസ് വരാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മെഡിക്കൽ ഷോപ്പുകൾക്ക് മരുന്ന് വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കും അല്ലേ? സൈക്കോട്രോപിക് ഡ്രഗ്സ് വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മരുന്ന് നിർമ്മാതാക്കൾക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സും വിതരണക്കാർക്കും ഒക്കെയും ഈ ഒരു കാര്യത്തിനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറം കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ ആലോചിക്കും. നാട്ടിലൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മയക്കുമരുന്ന് കിട്ടുമെന്ന് വിചാരിച്ചോ. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല, കട്ടൺ റൈറ്റായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ലംഘിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ലൈസൻസി ലംഘനമാണ്. അതാ പറഞ്ഞിട്ടോ, മരുന്നിൻ്റെ കാര്യമാകുമ്പോൾ ലൈസൻസി ലംഘനം വരും. കാര്യം സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളാണ് ഭൂരിഭാഗവും. ഓക്കെ, പക്ഷേ തരൂല, അവൈലബിൾ എന്നേ ഉള്ളൂ. ഈ നിയമത്തിലെ ഏതെങ്കിലും ആരും മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിക്കരുത്, അകത്ത് പോകും. ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ ലൈസൻസിലെ നിബന്ധനകൾക്കോ വിരുദ്ധമായിട്ട് ആരെങ്കിലും സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, നിർമ്മിക്കുക, കൈവശം വയ്ക്കുക, വിൽക്കുക, വാങ്ങുക, കൊണ്ടുപോവുക അല്ലെങ്കിൽ അന്തർ സംസ്ഥാന ഇറക്കുമതി, കയറ്റുമതി എന്നിവ നടത്തുകയോ അല്ലെങ്കിൽ അത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. അല്ലെങ്കിൽ അത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് എന്താണ്? അത് ശിക്ഷാർഹമാണ്. അപ്പോൾ അത്തരം നടപടികളാണെങ്കിൽ നമുക്കെതിരെയും നടപടികൾ ഉണ്ടാവും. അതിന് ശിക്ഷ എങ്ങനെയാണ് വരച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം തന്നെയാണ്. ചെറിയ അളവിലാണെങ്കിൽ ശിക്ഷ 1 വർഷം വരെ ആകാവുന്നത്. അപ്പോൾ ശിക്ഷ സെയിമാ. 20ലും 21ലും 22ലും ശിക്ഷ സെയിമാ. 20 കഞ്ചാവിൻ്റെ കാര്യമാണ് പറയുന്നത്, 21 മയക്കുമരുന്ന്, 22 സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. 1 വർഷം വരെ ആകാവുന്ന കഠിന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. 1 വർഷം വരെ ആകാവുന്ന കഠിന തടവോ 10,000 രൂപ വരെ ആകാവുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഇനി വാണിജ്യ അളവിനേക്കാൾ കുറവും ചെറിയ അളവിനേക്കാൾ കൂടുതലുമാണെങ്കിൽ ശിക്ഷ. ശ്രദ്ധിക്കുക, വാണിജ്യ അളവിനേക്കാൾ കുറവും ചെറിയ അളവിനേക്കാൾ കൂടുതലുമാണെങ്കിൽ ശിക്ഷ വരുന്നേ 10 വർഷം വരെ ആകാവുന്ന കഠിന തടവ്, 1,00,000 രൂപ വരെ ആകാവുന്ന പിഴ. അപ്പോൾ വാണിജ്യ അളവിനേക്കാൾ കുറവും ചെറിയ അളവിനേക്കാൾ കൂടുതലുമാണെങ്കിൽ ശിക്ഷ വരുന്നത് എങ്ങനെയാണ്? 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1,00,000 രൂപ വരെ ആകാവുന്ന പിഴയും. 10 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1,00,000 രൂപ വരെ ആകാവുന്ന പിഴയും ശിക്ഷയായി ലഭിക്കും കേട്ടോ. ഇനി വാണിജ്യപരമായ അളവാണെങ്കിലുള്ള ശിക്ഷ ശ്രദ്ധിക്കുക. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിലുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാതെ എന്നാൽ 20 വർഷം വരെയുള്ള തടവ്. അപ്പോൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വാണിജ്യ അളവിലാണെങ്കിൽ ശിക്ഷ ലഭിക്കുക 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലാണ് വിൽക്കുന്നതെങ്കിൽ 10 വർഷം വരെ കുറയാത്തതും 20 വർഷം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള കഠിന തടവും 1,00,000 രൂപയിൽ കുറയാത്തതും 2,00,000 വരെയുള്ള ഒരു സംഭവം ലഭിക്കും. എന്നാൽ കോടതിക്ക് വിധിയിന്മേൽ കാരണം വ്യക്തമാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 2,00,000 രൂപയിൽ കൂടുതൽ പിഴ വിധിക്കാം. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അത് കോടതിക്ക് അതിൽ വിധിയിൽ രേഖപ്പെടുത്തിയാലും മതിയാവും. അപ്പോൾ നമ്മൾ 20, 21, 22 ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മാർക്ക് ഉറപ്പാണ്. സെക്ഷൻ 20, 21, 22 1 മാർക്ക് 100% ചോദിക്കും. സെക്ഷൻ 20 പറയുന്നത് കഞ്ചാവാണ്. അപ്പോൾ കഞ്ചാവിൻ്റെ കടത്തുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയാണ്. അപ്പോൾ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ചെറിയ ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ വരുന്ന ശിക്ഷ വരുന്നത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ.
ഇനി സെക്ഷൻ 20 തന്നെ അടുത്ത് എന്താ പറയുക, സ്മോൾ ക്വാണ്ടിറ്റീനെ കാട്ടിയും കൂടുതലുമാണ്, എന്നാൽ വാണിജ്യ അളവിലില്ലേം താനും. അങ്ങനെയെങ്കിൽ ശിക്ഷ 10 വർഷം വരെയാകാവുന്ന തടവോ 1 ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയും, 10 വർഷം വരെയാകാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയും ലഭിക്കും. ഇനി സെക്ഷൻ 20 തന്നെ ഇതെന്താ, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്താ ശിക്ഷയായിട്ട് ലഭിക്കുക, 10 മുതൽ 20 വർഷം വരെയാകാവുന്ന തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയും. ഇനി നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം, വിധി സർക്കാരിനല്ല കോടതിക്കാണ്, കോടതിക്ക് വിധിയിൽ എന്ത് ചെയ്യാം, അതിൻ്റെ റീസൺ രേഖപ്പെടുത്തിക്കൊണ്ട് 2 ലക്ഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കാനും പറ്റും. 21 മയക്കുമരുന്നിൻ്റെയാണ്, ഇതേ സെയിം സംഭവം. 22 സൈക്കട്രോപിക് സബ്സ്റ്റൻസ് ആണ്, ശിക്ഷ ഇതേ സെയിം സംഭവമാണ് വരുന്നത്. അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി ക്ലിയർ ആക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ സെക്ഷൻ 50 നിയമലംഘനം നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ ദേഹപരിശോധന നടത്തേണ്ട വ്യവസ്ഥകളാണ് സെക്ഷൻ 50 പറയുന്നത്. അപ്പോൾ NDPS ആക്ടിൻ്റെ സെക്ഷൻ 50 പറയുന്നത് നിയമലംഘനം നടത്തിയെന്ന് നമ്മൾ സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ ദേഹപരിശോധനയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ റോഡിലൂടെ നടന്നു പോവാണ്. റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ എന്നെ കണ്ടപ്പോൾ അയാൾക്ക് ഞാനൊരു കഞ്ചാവ് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ പോലെ തോന്നി. അപ്പോൾ അയാൾക്ക് പരിശോധിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് പരിശോധിക്കാം. അതിൻ്റെ വ്യവസ്ഥകളെ പറ്റിയാണ് പറയുന്നത്. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. 50-ൽ 1 പ്രകാരം ശ്രദ്ധിച്ചോളൂ, നിയമലംഘനം നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ ദേഹപരിശോധനയാണ്. 50-ൽ 1 പ്രകാരം ഏതെങ്കിലും വ്യക്തിയെ ദേഹപരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടായാൽ അയാളെ അനാവശ്യ കാലതാമസം കൂടാതെ അടുത്തുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസറുടെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെയോ അടുക്കലേക്ക് അവരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുന്നതിന് ഉദ്യോഗസ്ഥൻ കൊണ്ടുപോകണം. അപ്പോൾ 50-ൽ 1 പറഞ്ഞ് എന്തെന്നറിയാമോ, ഇപ്പോൾ എന്നെയാണ് പോലീസ് അല്ലെങ്കിൽ എക്സൈസ് പിടിച്ചപ്പോൾ ഇവർക്ക് ദേഹപരിശോധന നടത്തണം. അപ്പോൾ ദേഹപരിശോധന നടത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ, എന്നെ നേരെ അടുത്തുള്ള ഒരു ഗസറ്റഡ് ഓഫീസറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിനടുത്തോ കൊണ്ടുപോകണം. അടുത്തുള്ളൊരു ഗസറ്റഡ് ഓഫീസറുടെ അടുത്തോ ഒരു മജിസ്ട്രേറ്റിനടുത്തോ എത്രയും പെട്ടെന്ന് കാലതാമസമില്ലാതെ കൊണ്ടുപോകണം. അപ്പോൾ 50-ൽ 1 പറയണേ, ഒരുത്തരെ കണ്ട് സംശയിച്ചു, അവനെ പരിശോധിക്കണം, നേരെ അവനെ എവിടെ കൊണ്ടുപോകണം, ഒരു ഗസറ്റഡ് ഓഫീസറുടെ മുമ്പിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിലോ എന്ത് ചെയ്യണം, എത്തിക്കണം. 50-ൽ 1 പറയുന്നത്. അപ്പോൾ 50 പറയുന്നത് സെക്ഷൻ 50 എന്താ, നമ്മുടെ എന്താ പറയുക, ഈ NDPS ആക്ട് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് അല്ലെങ്കിൽ നിയമലംഘനം നടത്തി എന്ന് നമ്മൾ സംശയിക്കുന്ന ഒരാളുടെ ഉള്ള പരിശോധനയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 50-ൽ 1 ക്ലിയറായി. പെട്ടെന്ന് തന്നെ എവിടെ കൊണ്ടുപോകണം, ആ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ആ ഗസറ്റഡ് ഓഫീസറിൻ്റെ മുമ്പിലോ എന്ത് ചെയ്യണം, എത്തിക്കുക. ദെൻ 50-ൽ 2 ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ അടുത്തേക്ക് അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വരെ അയാളെ ഉദ്യോഗസ്ഥനെ ഡീറ്റെയിൻ ചെയ്യാം, തടഞ്ഞു വയ്ക്കാം. അതായത് ഇപ്പോൾ 50-ൽ 2 പറയുന്നത് കൊണ്ടുപോകുന്നവരെ എന്ത് ചെയ്യാം, തടഞ്ഞു വയ്ക്കാൻ പറ്റും. അത് തടഞ്ഞു വെച്ച് കൊണ്ടുപോകാൻ പറ്റും. ദെൻ 50-ൽ 3 ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ മുൻപിൽ ഹാജരാക്കുമ്പോൾ അയാളുടെ ദേഹപരിശോധന നടത്തുവാൻ ന്യായമായ കാരണങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ അയാളെ ഉടൻ തന്നെ വിട്ടേക്കേണ്ടതും അല്ലാത്ത പക്ഷം പരിശോധന നടത്താൻ നിർദ്ദേശിക്കാവുന്നതുമാണ്. 50-ൽ 3 എന്താ സംഭവം മനസ്സിലായി. 2 എന്ന് വെച്ചാൽ തടഞ്ഞു നിർത്താൻ പറ്റും അതുവരെ. ഇനി 50-ൽ 3 എന്ന് പറയുമ്പോൾ എന്നെ മജിസ്ട്രേറ്റിന് മുന്നേ കൊണ്ട് നിർത്തി, എന്നിട്ട് നോക്കുന്ന സമയത്ത് ഈ പരിശോധന നടത്താൻ മതിയായ കാരണങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നില്ല. അതായത് ഈ പരിശോധന നടത്തുന്നതിന് മതിയായ റീസൺ ഇല്ല എന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ദേഹപരിശോധന നടത്തേണ്ട ആവശ്യമില്ല എങ്കിൽ എന്നെ വിട്ടേക്കാം. ഇനി അല്ല ആവശ്യം ഉണ്ട് എന്ന് തോന്നിയാൽ മജിസ്ട്രേറ്റിന് പരിശോധന നടത്താൻ ഉത്തരവിടാം. ഇത്രയുള്ള സാധനം. അപ്പോൾ 50-ൽ 2 പറയുന്നത് ഈ പരിശോധന നടത്തുന്നവരെ എന്ത് ചെയ്യാം, തടഞ്ഞ് നിർത്താം. ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണേ, ഇതിൻ്റെ അവസാനം ഒരു ടെസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ 50-ൽ 2 പറഞ്ഞത് പരിശോധന നടത്തുന്നവരെ തടഞ്ഞു നിർത്താം. 50-ൽ 3 ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ഡൗട്ട് വന്നിട്ടുണ്ടാവും. 50-ൽ 3 ഈ പരിശോധന നടത്തുന്നവന്ന് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് നടത്താൻ പറയാം, അല്ല നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാളെ പറഞ്ഞു വിടുകയും ചെയ്യാം. അതാണ് 50-ൽ 3 പറയാം. ശരി, ഇനി 50-ൽ 4ലേക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ അല്ലാതെ മറ്റാരും തന്നെ സ്ത്രീകളെ ദേഹപരിശോധന നടത്താൻ പാടില്ല. നമുക്ക് അറിയാം, ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ 50-ൽ 4 പ്രകാരം സ്ത്രീ ആണെങ്കിൽ എന്താണ്, സ്ത്രീ ആണെങ്കിൽ ദേഹപരിശോധന ആരെന്നെ നടത്തണം, സ്ത്രീ തന്നെയാണ്. സ്ത്രീ ആണെങ്കിൽ ദേഹപരിശോധന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോ എക്സൈസ് ഉദ്യോഗസ്ഥയോ നടത്തുക. ദെൻ സെക്ഷൻ 50-ൽ 5 ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ അസാന്നിധ്യത്തിൽ, ശ്രദ്ധിക്കുക, സെക്ഷൻ 50-ൽ 5 പറയുന്നേ, ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ അസാന്നിധ്യത്തിൽ BNSS പ്രകാരം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS പ്രകാരം എന്ത് ചെയ്യാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് ദേഹപരിശോധന നടത്താം. ഈ സാധനം മനസ്സിലായോ? എടാ വേറൊന്നുമില്ല, നമ്മൾ ഇത്രയും നടത്തിയപ്പോൾ നിങ്ങൾ ആലോചിച്ചില്ല, ആ വഴി കൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോയാലല്ലേ പരിശോധിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നില്ല. അങ്ങനെയൊന്നുമില്ല. മജിസ്ട്രേറ്റിൻ്റെ സേവനം അവിടെ ലഭ്യമല്ല, ഗസറ്റഡ് ഓഫീസർ അവിടെ ലഭ്യമല്ല എങ്കിൽ ആർക്ക് നോക്കാം, നിങ്ങൾക്ക് എക്സൈസ് ഉദ്യോഗസ്ഥന് പരിശോധിക്കാം. അങ്ങോട്ട് മാറിയിക്കടാന്ന് പറഞ്ഞിട്ട്
ചെക്ക് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടില്ലേ ചെക്ക് ചെയ്യുന്നത്? കാർ പരിശോധിക്കുന്ന, വാഹനം പരിശോധിക്കുന്ന, ബൈക്ക് പരിശോധിക്കുന്ന, പോക്കറ്റ് പരിശോധിക്കുന്നത്. നടത്താം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ 50-5 പറയുന്നത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനോ മജിസ്ട്രേറ്റിനോ ലഭ്യമല്ലെങ്കിൽ പരിശോധന നടത്താം. ഇനി 50-6 അങ്ങനെ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഒരു പകർപ്പ് ശ്രദ്ധിക്കുക. അപ്പോൾ 50-6 പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒരു പകർപ്പ് ആർക്ക് കൊടുക്കണം? അയാളുടെ മേലുദ്യോഗസ്ഥൻ അയച്ചു കൊടുക്കണം. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധനയുടെ റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ ഒരു കോപ്പി 72 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? അയാളുടെ മേലുദ്യോഗസ്ഥന് അയച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ, 72 മണിക്കൂറിനുള്ളിൽ മേലുദ്യോഗസ്ഥന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 50 പറഞ്ഞത്. സെക്ഷൻ 50 സംശയിക്കപ്പെടുന്നയാളുടെ ദേഹപരിശോധനയാണ് സെക്ഷൻ 50 വിശദാക്കുക. അതിലാദ്യം 50-1 സംശയിക്കപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഗസറ്റഡ് ഓഫീസറുടെ അടുത്തേക്കോ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്കോ കൊണ്ടുപോകണം. 50-2 അത്രയും നേരം അയാളെ നമുക്ക് തടഞ്ഞു നിർത്താം. 50-3 പറഞ്ഞത് എന്തായിരുന്നു? ഈ മനുഷ്യൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാതെ പറഞ്ഞുവിടാം. പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല എങ്കിൽ അയാളെ പറഞ്ഞുവിടാം, മജിസ്ട്രേറ്റിന് പറഞ്ഞുവിടാം, ഉത്തരവ് കൊടുക്കാം, അല്ലെങ്കിൽ പരിശോധിക്കാം. 50-4 പോയപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ സ്ത്രീകൾ മാത്രമേ ഈ പരിശോധന നടത്താൻ പാടുള്ളൂ. ഇനി 50-5 പോയപ്പോൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ മജിസ്ട്രേറ്റിൻ്റെയോ അസാന്നിധ്യത്തിൽ BNSS പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് പരിശോധന നടത്താം. 50-6 അന്വേഷണ ഉദ്യോഗസ്ഥൻ ദേഹപരിശോധനയുടെ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പുണ്ടാക്കി 72 മണിക്കൂറിനുള്ളിൽ അയാളുടെ മേലുദ്യോഗസ്ഥന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സെക്ഷൻ 50 പഠിച്ചത്. അപ്പോൾ 20, 21, 22, 50 ഈ 4 സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് ഒരു മാർക്ക് വരും. അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് ക്വാണ്ടിറ്റി സ്പെസിഫിക്കേഷൻ. അപ്പോൾ സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ ക്വാണ്ടിറ്റി സ്പെസിഫിക്കേഷൻ, അതായത് ഇത്ര അളവിലുള്ള ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ നർക്കോട്ടിക് ഡ്രഗ്സോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് അതിനെ സ്മാൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര അളവിലുള്ള വസ്തുവാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ അതിനെ എന്താ പറയുക, മീഡിയം, ആ ഒരു റേഞ്ച് പറഞ്ഞില്ലേ, നമ്മുടെ വിപണന അളവിനല്ലാത്ത രീതിയിലേക്ക്, അതായത് നമ്മൾ കൊണ്ടുപോകുന്നതിൽ വരുന്ന ഈ ഒരു അളവെന്ന് പറയുമ്പോൾ വാണിജ്യ അളവാവുന്നുമില്ല, എന്നാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വേണം. ജാമ്യത്തിൻ്റെ വ്യവസ്ഥയിലേക്കാണ് വ്യത്യാസം വരുന്നത്. ദെൻ വാണിജ്യ ക്വാണ്ടിറ്റി, ഈ രീതിയിലാണ് നമുക്ക് നോക്കുന്നത്. നമുക്ക് സംസ്ഥാന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ആദ്യം നോക്കാം. ആദ്യം ഹെറോയിൻ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറിൻ്റെ സ്മാൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. എന്നാൽ മീഡിയം ക്വാണ്ടിറ്റി 5 മുതൽ 250 ഗ്രാം. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ ഹെറോയിൻ്റെ, ബ്രൗൺ ഷുഗർ എന്നറിയപ്പെടുന്ന ഹെറോയിനാണ്. ഹെറോയിൻ നമ്മൾ പഴയ സിനിമയിലെ കാണത്തില്ല, പിന്നെ വെള്ള കളർ ഗ്ലൂക്കോസ് പോലത്തെ ഒരു സാധനം കവറിലടച്ച് വെച്ചേക്കുന്നത്, അതാ. ഓക്കെ, അപ്പോൾ 5 ഗ്രാമാണ് അതിൻ്റെ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. 5 മുതൽ 250 ഗ്രാമാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എബവ് 250 ഗ്രാം. 250 ഗ്രാമിൽ കൂടുതൽ, 250 ഗ്രാമിൽ കൂടുതലുള്ളതാണ് ഇത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. ഇത് നമ്മുടെ ഹെറോയിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി മോർഫിനിലേക്ക് പോകുമ്പോൾ മോർഫിനും സെയിം തന്നെയാണ്. അപ്പോൾ ഹെറോയിൻ്റെയും മോർഫിൻ്റെയും സ്മാൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. ഹെറോയിൻ്റെയും മോർഫിൻ്റെയും സ്മാൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. ഹെറോയിൻ്റെയും മോർഫിൻ്റെയും സ്മാൾ ക്വാണ്ടിറ്റി 5 ഗ്രാമാണ്. മീഡിയം ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ 5 മുതൽ 250 ഗ്രാം. മീഡിയം ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ 5 മുതൽ 250 ഗ്രാം. സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. മീഡിയം ക്വാണ്ടിറ്റി 5 മുതൽ 250 ഗ്രാം. എന്നാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് എബൌട്ട് 250 ഗ്രാം. 250 ഗ്രാമിൽ കൂടുതലാണ് ഏത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. അതായത് അതിൽ കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും വിൽക്കാനാണ് കൊണ്ടുപോകുന്നത്. മോർഫിനോ ഹെറോയിനോ 250 ഗ്രാമിൽ കൂടുതൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. 10 വർഷം മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ഇനി നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് നോക്ക്. ഹെറോയിനോ മോർഫിനോ നമ്മുടെ കയ്യിൽ 5 ഗ്രാം ഉണ്ടെങ്കിൽ 1 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ. 6 ഗ്രാം ഉണ്ടെങ്കിൽ 5 ഗ്രാമിൽ നിന്ന് 1 മില്ലിഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം കൂടി 6 ഗ്രാം ഉണ്ടെങ്കിൽ ശിക്ഷ മാറും. 10 വർഷം ശിക്ഷയിലേക്ക് പോകും. 5 ഗ്രാമിൽ നിന്ന് 1 ഗ്രാം ക്വാണ്ടിറ്റി മാറിയാലേ. മനസ്സിലായോ? 250 ഗ്രാമിൽ നിന്ന് 1 ഗ്രാം ക്വാണ്ടിറ്റി മാറിയാൽ അത് വാണിജ്യ ഉൽപ്പന്നത്തിലേക്ക് മാറും. ഇതാണ് പറഞ്ഞത്. നമ്മൾ ഭാവി പോവും. ഓക്കെ, മനസ്സിലാക്കുക. ദെൻ കൊക്കൈൻ. ലഹരിയുടെ സുഖം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തുമാത്രം വലുതാണ് അകപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, കൊക്കൈൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 ഗ്രാമാണ്. കൊക്കൈൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 ഗ്രാമാണ്. എന്നാൽ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ഈ വിപണന അളവ് ഇടയ്ക്ക് വരുന്നത് 2 മുതൽ 100 ഗ്രാമാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എബവ് 100 ഗ്രാം. 100 ഗ്രാമിൽ കൂടുതലാണ്. 100 ഗ്രാം. അപ്പോൾ നമ്മുടെ കൊക്കൈൻ കുറച്ചുകൂടി കുറവാണ് കേട്ടോ. 2 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി. 2 ഗ്രാമിനും 100 ഗ്രാമിനും ഇടയ്ക്ക് മീഡിയം ക്വാണ്ടിറ്റി. 100 ഗ്രാമിന് കൂടുതലുണ്ടെങ്കിൽ അത് എന്തായിട്ട് വരും? കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് കൂട്ടും. ഇനി കൊക്ക ഡെറിവേറ്റീവ്സിൻ്റെ കാര്യം പറയുമ്പോൾ 2 ഗ്രാമാണ്. കൊക്ക ഡെറിവേറ്റീവ്സിൻ്റേത് 2 ഗ്രാമാണ്. കൊക്ക ഡെറിവേറ്റീവ്സിൻ്റേത്
2 ഗ്രാം. കൊക്ക ഡെറിവേറ്റീവ്സിൻ്റേത് 2 ഗ്രാമാണ്. അതിൽ സ്മോൾ ക്വാണ്ടിറ്റി 2 ഗ്രാം, മീഡിയം ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ 2 മുതൽ 50 ഗ്രാമാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എബോവ് 50 ഗ്രാം. ഇത് പഠിച്ചാൽ നമുക്ക് ഈ ഒറ്റ സത്യം പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് മീഡിയം ക്വാണ്ടിറ്റി വേണം ഇതിൽ പഠിക്കാൻ. കാര്യം എന്താണെന്നറിയോ, മീഡിയം ക്വാണ്ടിറ്റി പഠിച്ചാൽ മറ്റൊരെണ്ണം കിട്ടും. നിങ്ങൾ നോക്കി നോക്ക്, മീഡിയം ക്വാണ്ടിറ്റി 5 ഗ്രാം ടു 250 ഗ്രാം. അപ്പോൾ സ്മോൾ എന്ന് പറയുന്നത് 5ഉം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 250 ആയിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും മീഡിയം ക്വാണ്ടിറ്റി ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ ശ്രമിക്കാം. മീഡിയം ക്വാണ്ടിറ്റി പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ രണ്ടെണ്ണം കിട്ടുവാടെ നമുക്ക്. അതിൽ കൂടുതലുള്ളത് കൊമേഴ്സ്യലും അതിൽ കുറവുള്ളത് സ്മോൾ ക്വാണ്ടിറ്റിയും, അത്രേ ഉള്ളൂ. കൊക്ക ലീഫ്, കൊക്കൈൻ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക കനാബിസ് കോക്ക എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ലീഫ് 100 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി. മീഡിയം ക്വാണ്ടിറ്റി 100 മുതൽ 2 കിലോ വരെയാണ്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 2 കിലോയിൽ കൂടുതൽ. അപ്പോൾ ഈ ചാർട്ട് ഒന്ന് നോക്കിയേ, ക്വാണ്ടിറ്റീസിനെ പറ്റി പറയുന്നതാണ്. അപ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, നൗ കഞ്ചാവ് സംസ്ഥാനത്തിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 കിലോ എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റി വരും. 1 മുതൽ 20 കിലോ ഏതാ മീഡിയം ക്വാണ്ടിറ്റി, എബോവ് 20 കിലോ ഏതാ നമ്മുടെ എന്താ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. കഞ്ചാവിൻ്റെ കാര്യം പറയുമ്പോൾ കഞ്ചാവിൻ്റെ ആ ഒരു ഏതാ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പുകയിൽ എന്താ പൂക്കൾ മാത്രം വരുന്നൊരു ഭാഗമാണ്. ഗഞ്ച എന്ന് പറഞ്ഞാൽ പൂക്കൾ മാത്രം വരുന്നതാണ്, മാറരുത്. 1 കിലോ ആണ് മിനിമം ക്വാണ്ടിറ്റി. ദെൻ 1 മുതൽ 100, ഇത് മിനിമം ക്വാണ്ടിറ്റി കൊണ്ടു കിടക്കാൻ പറ്റത്തില്ല, ശിക്ഷയുടെ ക്ലാസിഫിക്കേഷൻ ആട്ടോ. 1 മുതൽ 20 മീഡിയം വരുന്നത്, 20 കിലോയിൽ കൂടുതലാണ് വരുന്നത്. ദെൻ കനാബിസ് റസിൻ എന്ന് പറയുന്നത് ഹാഷിഷ് ഓയിലാണ് ഉദ്ദേശിക്കുന്നത്. കനാബിസ് റസിൻ ആ പശ പോലത്തെ ഒട്ടുന്ന സംഭവം, അത് 100 ഗ്രാം, പേസ്റ്റ് എന്നൊക്കെ പറയും, 100 ഗ്രാമാണ്. ഓക്കെ, ചിലർ എന്താ പറയുക എന്തോ ഓക്കെ വേണ്ട. അപ്പോൾ കനാബിസ് റസിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി 100 ഗ്രാമാണ്. മീഡിയം ക്വാണ്ടിറ്റി വരുന്നത് 100 ഗ്രാം ടു 1 കിലോ. എബോ 1 കിലോ ആണെങ്കിൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് കൂട്ടും. അപ്പോൾ ഇത് വരുന്നത് സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ അളവ്. ഇത് മീഡിയം ക്വാണ്ടിറ്റി, ചെറിയ അളവിനേക്കാൾ കൂടുതലും എന്നാൽ വാണിജ്യ അളവില്ല. ഇത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. ഒപ്പിയം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. 25 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി. 25 ഗ്രാം മുതൽ 2.5 കിലോ മീഡിയം ക്വാണ്ടിറ്റി. 2.5 കിലോയിൽ കൂടുതൽ വരുന്നത് ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. സ്മോൾ ക്വാണ്ടിറ്റി വരുന്നത് 25 ഗ്രാമാണ് ഒപ്പിയം. ദെൻ 25 ഗ്രാം മുതൽ 2.5 കിലോ വരെ ഏതാ മീഡിയം ആണ്. ദെൻ അത് കഴിഞ്ഞ് 2.5 കിലോ കൂടുതലായ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആവും. ദെൻ ഒപ്പിയം ഡെറിവേറ്റീവ്സ് 5 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി. 5 മുതൽ 250 ഗ്രാം മീഡിയം ക്വാണ്ടിറ്റി. 250 ഗ്രാമിൽ കൂടുതൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. ദെൻ മെത്താക്വലോൺ 20 ഗ്രാംസ് സ്മോൾ ക്വാണ്ടിറ്റി. 20 to 500 ഗ്രാംസ് വരുന്ന മീഡിയം ക്വാണ്ടിറ്റി. ഇത് 500 ഗ്രാമിന് കൂടുതൽ മെത്താക്വലോൺ. ബാക്കിയുള്ള കെമിക്കൽസ് നിങ്ങൾ അധികം മൈൻഡ് കൊടുക്കണ്ട. ദെൻ ഇത് വെച്ചിട്ട് മനസ്സിലാക്കി വയ്ക്കുക. 20 മുതൽ 500 ഗ്രാം വരെ വരുന്ന മീഡിയം ക്വാണ്ടിറ്റി. 1/2 കിലോയ്ക്ക് മേലെ പോയി കഴിഞ്ഞാൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. അടുത്ത് പെത്തഡിൻ 10 ഗ്രാമാണ്. പെത്തഡിൻ 10 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി. അപ്പോൾ പെത്തഡിൻ്റെ കാര്യം പറയുമ്പോൾ 10 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി. 10 മുതൽ 200 ഗ്രാം വരെ വരുമ്പോൾ അത് മീഡിയം ക്വാണ്ടിറ്റിയാണ്. ഇതിന് അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ എത്രയാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വരുന്നത് 200 ഗ്രാമിന് മേലെ. അപ്പം വരുമ്പോൾ മീഡിയം ക്വാണ്ടിറ്റി പഠിക്കാൻ ശ്രമിക്കുക. അതിൽ കുറവ് വരുന്ന സ്മോളും അതിൽ കൂടുതൽ വരുന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒന്ന് നോക്കിയടാ, ഇത് നമ്മുടെ സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെയാണ്. ഇത് നമ്മൾ NDPS ആക്ട് പ്രകാരമുള്ള വേറെ അളവ് കൂടെ പഠിക്കും. അടുത്ത് പോപ്പി സ്ട്രാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പോപ്പി സ്ട്രായുടെ അതായത് മറ്റേ നമ്മുടെ പോപ്പി ചെടിയുടെ വിത്ത് ഒഴികെയുള്ള ബാക്കിയുള്ള ഡ്രൈഡ് പാർട്ട് എല്ലാം കൂടെ പറയുന്നതാണ് ഇത് പോപ്പി സ്ട്രാ എന്ന് പറയാം. പോപ്പി സ്ട്രാ എന്ന് പറയുന്നത് 1 കിലോയാണ് സ്മോൾ ക്വാണ്ടിറ്റി. പോപ്പി സ്ട്രായുടെ സ്മോൾ ക്വാണ്ടിറ്റി 1 കിലോയാണ്. എന്നാൽ നമ്മുടെ പോപ്പി സ്ട്രായുടെ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 to 50 കിലോ കേട്ടോ. ഓക്കെ, ഇത് കിലോ ആണ്, ഗ്രാം അല്ല. ഓക്കെ, 1 to 50 കിലോയാണ്. എബോവ് 50 kg ആണ് ഏത് വരുന്നത് നമ്മുടെ പോപ്പി സ്ട്രാ വരുന്നത്. kg ആണ്, ഗ്രാമാണ് ആലോചിക്കുക. ദെൻ ആംഫിറ്റമിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി 2 ഗ്രാമാണ്. ആംഫിറ്റമിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി വരുന്നത് 2 ഗ്രാമാണ്. മീഡിയം ക്വാണ്ടിറ്റി വരുന്നത് 2 മുതൽ 50 ഗ്രാമാണ്. 50 ഗ്രാമിൽ കൂടുതൽ വരുമ്പോൾ അതെന്തായിട്ട് മാറും, ഇവിടെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. ദെൻ ബൂപ്രനോഫിൻ എന്ന് പറയും. ബൂപ്രനോഫിൻ
1 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി വരുന്നത്. മീഡിയം ക്വാണ്ടിറ്റി 1 to 20 ഗ്രാമാണ്. ദെൻ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എബോവ് 20 ഗ്രാം. above 20. Then ketamine. Ketamine small quantity 10 gram, medium quantity 10 to 500 gram, commercial quantity above 500 gram. അടുത്ത് ഡയാസെപ്പാം. ഡയാസെപ്പാം എന്ന് പറയുന്ന ഡ്രഗ് 20 grams ആണ് സ്മോൾ ക്വാണ്ടിറ്റി വരുന്നത്. 20 to 500 grams വന്നിട്ട് മീഡിയം ക്വാണ്ടിറ്റിയും എബോവ് 500 grams വന്നിട്ട് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുമാണ്. ഫെൻറ്റാനൈൽ. ഫെൻറ്റാനൈൽ 0.005 മില്ലിഗ്രാം ആണ്. 0.005 ഗ്രാം ആണ് അലയ്ക്കുക, അതായത് 5 മില്ലിഗ്രാം എന്നുള്ള കണക്കിന് വരും. 0.005 ഗ്രാം മുതൽ ഇത്രയും ചെറിയ ഫെൻറ്റാനൈൽ എന്ന് പറഞ്ഞ ഡ്രഗ് 0.005 ഗ്രാം മുതൽ ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി. ഈ 0.005 to 0.1 ഗ്രാം ആണ് മീഡിയം ക്വാണ്ടിറ്റി. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് പോകുമ്പോൾ എബോവ് 1 ഗ്രാം, എബോവ് 0.1 ഗ്രാം, എബോവ് 0.1 ഗ്രാം. അത് നോക്കുക, 0.1 ഗ്രാം ആണ് അത്. ഏത് ഫിനൈറ്റ് ഫെൻറ്റാനൈൽ. ഓക്കെ, നോക്കുക, ജസ്റ്റ് നോക്കിയോളാം. ഓക്കെ, അടുത്ത കൊഡൈൻ. കൊഡൈൻ്റെത് സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ഗ്രാമാണ്. മീഡിയം ക്വാണ്ടിറ്റി 10 ഗ്രാം ടു 1 കിലോഗ്രാം, 10 ഗ്രാം ടു 1 കിലോഗ്രാം. ലാർജ് ക്വാണ്ടിറ്റി എബോവ് 1 കിലോഗ്രാം. ദെൻ നൈട്രാസെപ്പാം. നൈട്രാസെപ്പാമിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി 20 ഗ്രാം ആണ്. ദെൻ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 to 500 grams ആണ്. എബോവ് 500 grams ആണ് ഏത് നമ്മുടെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുക. എബോവ് 500 grams ആണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുക കേട്ടോ. ദെൻ എൽ എസ് ഡിയുടെ സ്മോൾ ക്വാണ്ടിറ്റി 0.002 ഗ്രാം അല്ലെങ്കിൽ 2 മില്ലിഗ്രാം, 0.002 ഗ്രാം ആണ്. ദെൻ അതിൻ്റെ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.002 to 0.1 ഗ്രാം ആണ്. ലാർജ് ക്വാണ്ടിറ്റി 0.1 ഗ്രാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, എൽ എസ് ഡിയുടെ 0.1 ഗ്രാമിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ 10 to 20 years ഉറപ്പ്. ഓക്കെ, ഇനി എം ഡി എമ്മയുടെ സ്മോൾ ക്വാണ്ടിറ്റി 0.5 ഗ്രാം ആണ്. 0.5 ഗ്രാം ആണ് എം ഡി എമ്മയുടെ സ്മോൾ ക്വാണ്ടിറ്റി. ദെൻ മീഡിയം ക്വാണ്ടിറ്റി വരുന്നത് 0.5 ഗ്രാം ടു 10 ഗ്രാം ആണ്. 0.5 to 10 ഗ്രാം ആണ് മീഡിയം ക്വാണ്ടിറ്റി. അപ്പോൾ എബോവ് എന്നല്ലെങ്കിൽ എന്താ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി 10 ഗ്രാമാണ്. 10 ഗ്രാമിൽ കൂടുതൽ എം ഡി എം എ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ശിക്ഷ കിട്ടും. മാക്സിമം ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. 10 ഗ്രാമിൽ കൂടുതൽ എം ഡി എം എ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ തന്നെ ആ ഒരു മാക്സിമം ശിക്ഷയിലേക്ക് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. നോക്കി മനസ്സിലാക്കുക. എൽ എസ് ഡി, എം ഡി എം എ ഒക്കെ ഇത് ചോദിക്കാൻ സാധ്യത കേട്ടോ. എം ഡി എം എയുടെ കേരള എക്സൈസ് വകുപ്പിൻ്റെ ഏറ്റവും ലെസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.5 ഗ്രാമിൽ കുറവാണ്. 0.5 ഗ്രാമിൽ കൂടുതലാണെങ്കിൽ 10 ഗ്രാമിൽ കുറവുമാണെങ്കിൽ അത് മീഡിയം ക്വാണ്ടിറ്റിയിൽ വരും. 10 ഗ്രാമിൽ കൂടുതലാണെങ്കിൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള ഇതിനു വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ കേസ് വരിക. അവർ കാര്യം ആലോചിക്കുക കേട്ടോ. നോക്കി മനസ്സിലാക്കിയേ. എൽ എസ് ഡിയും എം ഡി എം എയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പം നിലവിൽ റിലവൻ്റ് ആയതുകൊണ്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്ത് NDPS ആക്ട് 1985 പ്രകാരം വാണിജ്യ അളവുകളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കിയത് കേരള എക്സൈസ് വകുപ്പിൻ്റെ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് 1985 NDPS ആക്ട് പ്രകാരം വരുന്ന എന്താണ് ഈ പറഞ്ഞ വാണിജ്യ അളവുകൾ. ഓക്കെ, ഇപ്പോൾ 1985 NDPS ആക്ട് പ്രകാരം കണക്കാക്കപ്പെടുന്ന വാണിജ്യ അളവുകൾ ഏതൊക്കെ നോക്കാം. കറുപ്പ് അല്ലെങ്കിൽ ഏതാ നമ്മുടെ ഒപ്പിയം 10 കിലോയാണ്. ഹെറോയിൻ 1 കിലോയാണ്. ദെൻ തെബൈൻ 1 കിലോ. കേരളത്തിലാണെങ്കിൽ കേരള എക്സൈസ് നിയമം നിൽക്കത്തുള്ളേ. ഓക്കെ, അപ്പോൾ അത് അതിനും പ്രാധാന്യം ഉണ്ടാവുന്നത്. കറുപ്പ് 10 കിലോ, ഹെറോയിൻ 1 കിലോ, തെബൈൻ എന്ന് പറഞ്ഞത് 1 കിലോ, ഹാഷിഷ് 20 കിലോ. വാണിജ്യ അളവ് പറഞ്ഞേ, ഹാഷിഷ് 20 കിലോ, മോർഫിൻ 1 കിലോ, കൊഡൈൻ 1 കിലോ, കൊക്കൈൻ 500 ഗ്രാം. നോക്കുക, ഇപ്പോൾ NDPS ആക്ട് 1985 NDPS ആക്ട് പ്രകാരം വാണിജ്യ അളവായി കണക്കാക്കുന്ന മാക്സിമം പരിധിയാണ് പറഞ്ഞിരിക്കുന്നത്. കറുപ്പ് 10 കിലോ, ഹെറോയിൻ ആണെങ്കിൽ 1 കിലോ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഈ പലചരക്കടയിൽ പോയിട്ട് സാധനം പറയുന്ന പോലെ ഞാൻ പറയുന്നത്. നോക്കുക, തെബൈൻ 1 കിലോ, ഹാഷിഷ് 20 കിലോ. ഇതാ വാണിജ്യ അളവ്. ഇതിൽ കൂടുതൽ വിറ്റ് കഴിഞ്ഞാൽ വാണിജ്യ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കും. 10 മുതൽ 20 വർഷം ശിക്ഷ. 10 മുതൽ 20 വർഷം ശിക്ഷ. മയക്കുമരുന്ന് കടത്തുന്നതിന് 10 മുതൽ 20 വർഷം ശിക്ഷ ലഭിക്കുന്ന വകുപ്പ് സെക്ഷൻ 21. കഞ്ചാവ് സെക്ഷൻ 20. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് സെക്ഷൻ 22. ശിക്ഷ സെയിം തന്നെ. മോർഫിൻ 1 കിലോ, കൊഡൈൻ 1 കിലോ, കൊക്കൈൻ 500 ഗ്രാം. മോർഫിൻ 1 കിലോ, കൊഡൈൻ 1 കിലോ, കൊക്കൈൻ 500 ഗ്രാമാണ് മാക്സിമം ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഒന്ന് നോക്കിയേ മക്കളെ ഇത്. ഓക്കെ, ഇനി LSD 25N
എൻഡൈഎത്തിലീൻ ഗ്യാമൈഡ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ 500 ഗ്രാമാണ്. അപ്പോൾ LSDൻ്റെ മാക്സിമം നമ്മുടെ ഏതിൻ്റെയാണ്? നമ്മുടെ NDPS ആക്ട് പ്രകാരം LSD മാക്സിമം 500 ഗ്രാമാണ്. ദെൻ THC 500 ഗ്രാം, മെത്താംഫിറ്റമൈൻ 1500 ഗ്രാം, 1.5 കിലോ. മെത്താംഫിറ്റമൈനും അതുപോലെ തന്നെ മെത്തിലമൈൻ 150, അതിൻ്റെ കെമിക്കൽസ് ആണെങ്കിൽ മെത്താംഫിറ്റമൈൻ ഓർമ്മിക്കുക. ദെൻ മെത്താക്വാലോൺ 1500 ഗ്രാം, ആംഫിറ്റമൈൻ പ്ലസ് 2-അമിനോ 1-ഫിനൈൽ പ്രൊപ്പൈൻ 1500 ഗ്രാം. 2-അമിനോ 1-ഫിനൈൽ പ്രൊപ്പൈൻ 1500 ഗ്രാമാണ്. അപ്പോൾ ഇതിൽ നോക്കേണ്ട LSDൻ്റെ പരിധി പറയാം 500 ഗ്രാമാണ്. ഇത് NDPS ആക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ 50 ഗ്രാമൊക്കെ വരുന്ന ഏതാണ്? 5 ഗ്രാം വരുന്ന ഏതായിരുന്നത്? നമ്മുടെ ഏതിൻ്റെ? സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ. ഇത് വന്നിട്ട് NDPS ആക്ട് പ്രകാരം. THC 500 ഗ്രാം, മെത്താംഫിറ്റമൈൻ വരുന്നത് 1500 ഗ്രാമാണ്, മെത്താക്വാലോൺ വരുന്നത് 1500 ഗ്രാമാണ്, ആംഫിറ്റമൈൻ വരുന്നത് 1500 ഗ്രാമാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് നോക്കിയോളൂ ഇതൂടെ. അടുത്ത നമ്മുടെ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പണിഷ്മെൻറ്റ്, റീഹാബിലിറ്റേഷൻ, ഡി അഡിക്ഷൻ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഈ നിയമപ്രകാരം വരുന്ന പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ, ഡി അഡിക്ഷൻ പ്രൊവിഷൻസ് ആണ് പറയാം. അപ്പോൾ NDPS ആക്ട് പ്രകാരം മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ വളരെ വലിയ ശിക്ഷ തന്നെയാണ് കൊടുക്കുന്നത്. ഒരിക്കലും തരം കേസുകൾ ഇളവുകൾ അധികം ലഭിക്കാറില്ല. പിന്നെ ഇളവുകൾ ലഭിക്കാറില്ല എന്നതിനെക്കാട്ടിയും പ്രാധാന്യം നമുക്ക് ആ കേസുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് പുറത്തു വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതാണ് കാര്യം. ശിക്ഷ ലോക്ക്ഡൗൺ സാധനം. NDPS കേസ് വന്നാൽ ലോക്ക്ഡൗൺ. NDPS നിയമം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളെ വളരെ ഗൗരവമുള്ളതായിട്ട് കണ്ടതിനാൽ കഠിന ശിക്ഷ ലഭിക്കും. കുറ്റകൃത്യത്തിനുള്ള പ്രേരണ, ക്രിമിനൽ ഗൂഢാലോചന, കുറ്റകൃത്യം നടത്താനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്ക് പോലും കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ ലഭിക്കും. എന്തൊക്കെയാണ്? കുറ്റകൃത്യത്തിനുള്ള പ്രേരണ, ചെയ്യേണ്ട ശ്രമിച്ചാൽ മതി. കുറ്റകൃത്യത്തിനുള്ള പ്രേരണ, ഗൂഢാലോചന, നടത്താനുള്ള ശ്രമം, ഇതിനെല്ലാം കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ ലഭിക്കും NDPS ആക്ട്. അത് CPOക്കാർക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ കുറ്റകൃത്യത്തിനുള്ള പ്രേരണ, ക്രിമിനൽ ഗൂഢാലോചന, കുറ്റകൃത്യം നടത്താനുള്ള ശ്രമം എന്നിവയ്ക്ക് പോലും കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ ലഭിക്കും. ഇനി ഒരേ കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്താൽ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കും. ഒരേ കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്താൽ 1.5 ഇരട്ടി ശിക്ഷയും ചില കേസുകളിൽ വധശിക്ഷ വരെ ലഭിക്കും. ശ്രദ്ധിക്കുക, ഒരേ കുറ്റം ആവർത്തിച്ച് ചെയ്താൽ NDPS ആക്ട് പ്രകാരം അല്ലെങ്കിൽ NDPS പ്രകാരമുള്ള ഒരു നിയമലംഘനം അല്ലെങ്കിൽ ഒരു കുറ്റം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കും. അതുപോലെ തന്നെ വധശിക്ഷയും ലഭിക്കും. 1.5 ഇരട്ടി ശിക്ഷ അതുപോലെ വധശിക്ഷയ്ക്ക് ലഭിക്കും. NDPSൽ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. വധശിക്ഷ വരെ ലഭിക്കാൻ അതിൽ സാധ്യതയുണ്ട്. ഇനി നമുക്ക് റീഹാബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കണം. റീഹാബ് എന്ന് പറയുമ്പോൾ എന്താണ്? പുനരധിവാസം അല്ലേ? മയക്കുമരുന്ന് അടിമകളുടെ തിരിച്ചറിയൽ, അതുപോലെ ചികിത്സ എന്നിവയ്ക്കും മയക്കുമരുന്ന് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതിനും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 71. സെക്ഷൻ 71 ഇത് പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ്. ആലോചിക്കേണ്ട എന്താ 71 സെക്ഷൻ്റെ പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ 71 സെക്ഷൻ 71 പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ മയക്കുമരുന്ന് ഉപയോഗത്തിന് നമ്മൾ കർശനമായ ശിക്ഷ കൊണ്ടുവന്നാലൊക്കെ ശരി, ഇതിൻ്റെ അടിമകളെ കണ്ടെത്തി അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന അവർക്ക് നമ്മൾ റീഹാബ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് എന്താ ഡി അഡിക്ഷൻ കാര്യങ്ങൾ കൊടുക്കണം, അവരെ പുനരധിവസിപ്പിക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ മരുന്നുകൾ കൊടുക്കാനുള്ള സെൻറ്റേഴ്സ്, നോർമൽ യൂസേഴ്സ്, അതെന്താ പറയുക നമ്മുടെ മെഡിസിനൽ യൂസേഴ്സ്, അപ്പോൾ ഇതൊക്കെ അവലംബിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് ഗവൺമെൻറ്റിനൊക്കെ അധികാരം ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങൾ പറയുന്ന അനുച്ഛേദമാണ്, അല്ലെങ്കിൽ വകുപ്പാണ് ഇത് സെക്ഷൻ 71. അനുച്ഛേദമല്ല, വകുപ്പാണ് സെക്ഷൻ 71. ഇപ്പോൾ മയക്കുമരുന്ന് അടിമകളുടെ തിരിച്ചറിയൽ, ചികിത്സ എന്നിവയ്ക്കും അതുപോലെ മയക്കുമരുന്ന് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 71. അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന വ്യക്തികളെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആനുകൂല്യം ലഭിക്കുന്ന വകുപ്പ് സെക്ഷൻ 64A. സെക്ഷൻ 64A, അതായത് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലൊക്കെ കഴിയുന്ന ആൾക്കാർക്ക് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് കുറ്റവിമുക്തരാക്കുക എന്നല്ല പറഞ്ഞത്, കോടതിയിൽ വരുന്ന അങ്ങനത്തെ കാര്യം അത് മുക്തമാക്കുന്ന ഒരു വകുപ്പുണ്ട് 64A. കാര്യം ചിലവർ പുനരധിവാസം, അപ്പോൾ അത് ആലോചിക്കുക. റീഹാബായിട്ട് വന്നിരുന്നത് 71 71 വരുമ്പോൾ എന്താ പറഞ്ഞത്? അത് അടിമകളെ കണ്ടെത്താനും ചികിത്സാ സഹായമൊക്കെയാണ്. എന്നാൽ അവരെ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കുന്നത് 64A ആണ്. അപ്പോൾ ഈ സംഭവങ്ങളിൽ നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ NDPS കേസസിൽ അല്ലെങ്കിൽ NDPSുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അടിമകളായി പോയ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക, ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അത്യാവശ്യം വസ്തുതകളാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ
NDPS ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കുറേ വകുപ്പുകൾ നമ്മൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തി, NDPS ആക്ടുമായി വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ നമുക്ക് മനസ്സിലായത് NDPS ആക്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആക്ട് 1985 ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ലഹരികൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളെ നിയന്ത്രിക്കാൻ മറ്റൊരു നിയമം ഇല്ലായിരുന്നു. അതിന് മുമ്പ് ഇവിടെ ലീഗലായിരുന്നു. ഇപ്പോൾ പല കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ കഞ്ചാവൊക്കെ അതിന് മുന്നേ ലീഗലായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഇതിന് ശേഷമാണ് ഇത് നിയമപരമായിട്ട് നിരോധിച്ചത്. കാര്യം അങ്ങനെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് അരാജകത്വങ്ങൾ ഉണ്ടായേനെ. കാര്യം എന്ന് വെച്ചാൽ ഡ്രഗ് ഇതെല്ലാം മനുഷ്യൻ്റെ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബ്രെയിൻ ആൾട്ടർ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ തോട്ടത്തിനെ മാറ്റാൻ പറ്റുന്നില്ലേ, ചിന്താഗതികളെ മാറ്റാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാൾക്കിടെ ഉണ്ടാകുന്ന തോട്ട് പോലെ തന്നെയാണ് അതിനേക്കാളും കുറച്ചുകൂടെ ഭീകരമാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളുടെ ഉണ്ടാകുന്ന തോട്ട്. കാര്യം അയാൾ ആ സമയത്ത് അയാൾ ചുറ്റുമുള്ള ആൾക്കാരെ മറന്നുപോയി ഒരു സൈക്കോസിസിലേക്ക് കടന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അയാൾ കാണിച്ചെന്ന് വരാം. ഓക്കെ, അതായത് എന്താ പറയുക, നമ്മുടെ ഗംഗയും നാഗവല്ലിയും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു സാധനം അവിടെ വരും. അപ്പോൾ ഞാനിട്ട് കൂടുതൽ പോകുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക. നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ എന്താ പറയുക ക്ലാസ്സസ് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് ഒരു സൂപ്പറായിട്ടൊരു ജോലിയൊക്കെ നേടാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാ വിജയാശംസകളും നേരുന്നു. അപ്പോൾ നന്നായി പഠിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എൻ്റെ പേര് ആരോമൽ എന്നാണ്. താങ്ക് യു ഓൾ.